ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ടപ്പിൻ്റെ 130ാമത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് മാസം 27-ാം തീയതി വെള്ളിയാഴ്ച. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൽഫോണിൽ അല്ലെങ്കിൽ ടാബ്ലറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഏറ്റവും പുതിയ വാർത്തകളുമായി എത്തിച്ചേരുന്ന വീക്കിലി റൗണ്ടപ്പ് തുടർച്ചയായി ലഭിക്കുവാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ വിനീതമായിട്ട് ഞങ്ങൾ ഓർപ്പിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പായി യേശുക്രിസ്തു ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും വലിയ ഭാരങ്ങൾ അനുഭവിച്ചുകൊണ്ട് ശാരീരികമായി മാനസികമായി ആത്മീയമായി ഒക്കെയുള്ള വലിയ ഭാരങ്ങൾ മനസ്സിൻ്റെ അകത്തിട്ടുകൊണ്ട് നയിക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് ജോലി സ്ഥലത്താകാം, കുടുംബ സ്ഥലത്താകാം, സമൂഹത്തിലാകാം, ഇവിടെയെല്ലാം വളരെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. ഇനി ഒന്നിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത പരിതസ്ഥിതിയിലേക്കൂടെ മനുഷ്യൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് യേശുക്രിസ്തു പറഞ്ഞ ആ സൂക്തം വളരെ പ്രകടമാകുന്നത്. യേശുക്രിസ്തു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ. നിങ്ങൾ ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ, വൈകുന്നേരം മുതൽ രാവിലെ വരെ നിങ്ങൾ അധ്വാനിക്കുകയാണ്, ഭാരം ചുമക്കുകയാണ്. പക്ഷേ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും നമുക്ക് നേടുവാൻ സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ യേശുവിൻ്റെ സവിധത്തിലേക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ ആരംഭിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യാം. യേശു ക്രിസ്തുവിനെ നിങ്ങളെ സഹായിക്കുവാൻ കഴിയും, നിങ്ങളുടെ ഭാരങ്ങൾ എടുത്തു മാറ്റുവാൻ കഴിയും, ആയാസരഹിതമായ ഒരു ജീവിതം നൽകി തന്ന് ക്രിസ്തുവിൻ്റെ മക്കളാക്കി നിങ്ങളെ തീർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരെയും അതിനുവേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. അമേരിക്ക, ഇറാൻ, ഇസ്രായേൽ ഇവരെല്ലാം യുദ്ധം ആരംഭിച്ചിട്ട് ഏകദേശം നാലാമത്തെ ആഴ്ചയാണ് ഈ ആഴ്ച. കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ലോകമെമ്പാടും എല്ലാ ജനങ്ങളും തന്നെ ഭയവിഹ്വലരായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ അന്ത്യം എന്താകും, എന്ന് ഈ യുദ്ധം അവസാനിക്കും. നമ്മളും ഓരോ ദിവസവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ന് ഇത് അവസാനിക്കും. എന്നാൽ ഇന്നുവരെയും ഒരു ഉത്തരം അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് നമുക്ക് ലഭിക്കുന്നില്ല. യുദ്ധം നീണ്ടു പോയേക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം ഗൾഫ് മേഖലയിൽ ഉണ്ടാക്കിയ അസമാധാനം തുടരുമ്പോൾ തന്നെ യുദ്ധം അവസാനിപ്പിക്കുവാനായി 15 പോയിൻ്റ് സമാധാന പദ്ധതി അമേരിക്ക ഇടനിലക്കാരിലൂടെ ഇറാന് കഴിഞ്ഞ ആഴ്ചയിൽ കൈമാറി. എന്നാൽ ഇറാൻ അതിന് പ്രതികരിക്കുവാൻ വിസമ്മതിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. സമാധാന ദൗത്യത്തിൽ നിന്ന് ഇറാൻ മനഃപൂർവ്വമോ അല്ലാതെയോ ഒഴിഞ്ഞു മാറുന്നതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാതക ദൗർലഭ്യം, എണ്ണവിലയുടെ വിലക്കയറ്റം, വിമാനങ്ങൾ റദ്ദാക്കൽ, യാത്ര മുടങ്ങൽ, GCC രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജോലി നഷ്ടപ്പെടൽ, ഇറാൻ ആക്രമണം ഒക്കെ തുടരുകയാണ്. GCC രാജ്യങ്ങളിലൊക്കെ പലരുടെയും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കും സമാധാനത്തിനുള്ള ദൗത്യം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നതായി കേൾക്കുന്നത് തന്നെ ഒരു ആശ്വാസമാണ്. അത് സമാധാനപൂർവ്വമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹോർമീസ് കടലിടുക്ക് തടസ്സപ്പെടുത്തിയ ഇറാൻ്റെ നേവൽ കമാൻഡറെ വധിച്ചതായി ഇന്നലെ ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഒരു സ്ഥലത്ത് യുദ്ധം അവസാനിക്കാനുള്ള ക്രമീകരണങ്ങൾ നടക്കുമ്പോൾ മറ്റു വശത്ത് യുദ്ധം മൂർച്ഛിക്കുന്ന ചില നടപടികളും പല രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നതായിട്ടാണ് അറിയുന്നത്. യുദ്ധം അവസാനിക്കട്ടെ. അമേരിക്കയിൽ തന്നെ ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഈ വിലക്കയറ്റം ലോകം എമ്പാടുമുള്ള രാജ്യങ്ങളിൽ വിലക്കയറ്റം സൃഷ്ടിക്കുകയും അതുപോലെ ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യമുണ്ടാകുകയും അനേകർ പട്ടിണിയിലേക്ക് മാറുകയൊക്കെ ചെയ്യും എന്നൊക്കെ പല റിപ്പോർട്ടുകൾ പല സ്ഥലത്തു നിന്ന് വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാകാതിരിക്കും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അമേരിക്കയുടെ ആഭ്യന്തര യാത്രക്കാരുടെ സുരക്ഷ പരിശോധന നടത്തുന്ന TSA കൗണ്ടറിൽ ഐസിൻ്റെ അതായത് പ്രവർത്തകർ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരെ നിയമിച്ചത് അസാധാരണ നടപടിയാണെന്ന് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻ്റ് ആണ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക വിമാനത്താവളങ്ങളിലും TSA ആൾക്കാരുടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് നിമിത്തം
അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു ഭാഗത്ത് ഷട്ട് ഡൗൺ ആണ്, അവർക്ക് ലഭിക്കേണ്ട ശമ്പളങ്ങളൊക്കെ ലഭിച്ചിട്ട് ഒരു മാസത്തിലധികമായി എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ജോലിക്ക് TSA ഉദ്യോഗസ്ഥർ ക്രമമായി സ്ഥിരമായി എത്തുവാൻ വൈകുന്നത് നിമിത്തം, വരാതിരിക്കുന്ന നിമിത്തം അമേരിക്കയുടെ ഗവൺമെൻറ് ഐസിൻ്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ജോലിക്കാരെ നിർത്തിയിരിക്കുകയാണ്. അവർ ഈ കൗണ്ടറുകൾ, TSAയുടെ കൗണ്ടറുകൾ അവർ ചെയ്യുന്ന ജോലികൾ അസാധാരണമായ ഒരു നടപടിയാണ് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ വരുത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. പല എയർപോർട്ടുകളിലും വളരെ നീണ്ട ക്യൂ അനുഭവപ്പെടുന്നു. ഇതിനുള്ള പരിശോധനകൾക്ക് വളരെ താമസങ്ങൾ നടന്നു വരുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. TSA ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം ലഭിക്കാത്തതിനകത്ത് ബഡ്ജറ്റ് മരവിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഐസിൻ്റെ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗതി മാറ്റണമെന്ന് ഡെമോക്രാറ്റിക് വിഭാഗം ആവശ്യപ്പെടുന്നത് ഗവൺമെൻറ് ഇതവർ അംഗീകരിക്കാത്തത് കൊണ്ട് ബഡ്ജറ്റ് അതിനോട്ടുള്ള കൊടുക്കാത്തത് നിമിത്തമാണ് ഇവർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുന്നതെന്ന് പറയുന്നു. ഏതായാലും മിക്ക എയർപോർട്ടുകളിലും ഐസിൻ്റെ വിളയാട്ടമാണ് നടക്കുന്നത്. ഇത് പല സ്ഥലങ്ങളിലും പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് പറയുന്നു. ഷിക്കാഗോയിലുള്ള ഓഹിയർ എയർപോർട്ടിൽ ഐസിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സൂക്ഷ്മമായി നോക്കി വരികയാണെന്ന് ഷിക്കാഗോ മേയർ ജോൺസൺ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഹിന്ദു ലളിത വ്യക്തി ക്രിസ്തു മാർഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ, പരിവർത്തനം ചെയ്യുമ്പോൾ അവർക്ക് പട്ടികജാതി പട്ടികവർഗത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല എന്ന് സുപ്രീം കോടതി ഒരു സുപ്രധാന വിധിയിലൂടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ആന്ധ്രയിൽ ഒരു പാസ്റ്റർ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും ബുദ്ധ മതക്കാർക്കും ജൈന മതക്കാർക്കും വേണ്ടിയുള്ളതാണെന്നും ആ മതത്തിൽ നിന്ന് ക്രൈസ്തവ സഭയിലേക്കോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലേക്കോ പരിവർത്തനം ചെയ്യുമ്പോൾ, കൺവേർട്ട് ചെയ്യുമ്പോൾ അവർക്ക് നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന പട്ടികജാതി പട്ടികവർഗത്തിൻ്റെ അവകാശങ്ങൾ കൈമാറുന്നില്ലെന്നും അതിന് അവർ അയോഗ്യരായി തീരുമെന്നുമുള്ള സുപ്രധാനപ്പെട്ട ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇത് മതേതരത്വ ഇന്ത്യയിൽ, മതേതരത്വ ഭരണഘടന നിലനിർത്തുന്ന ഇന്ത്യയിൽ സ്വന്തം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ സ്വന്തം അഭിപ്രായത്തെ അല്ലെങ്കിൽ സ്വന്തമായി ഏതെങ്കിലും ഒരു മതത്തെ സ്നേഹിക്കുവാനോ ഫോളോ ചെയ്യുവാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ പരിവർത്തനം ചെയ്യുവാനോ ഉള്ള അവകാശങ്ങളെ ധ്വംസിക്കുന്നതാണെന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ പ്രഖ്യാപിക്കുകയുണ്ടായി. മതേതരത്വ ഭാരതത്തിൽ ഇത് ആശാവഹമല്ല. കാര്യം ഒരാളുടെ മതത്തെ തിരഞ്ഞെടുക്കുവാൻ, അവർ ആരെ വിശ്വസിക്കണമെന്ന് തിരഞ്ഞെടുക്കുവാൻ അവർക്ക് അധികാരമുണ്ട്. എന്നാൽ അവർ ജനിച്ച വീണ പട്ടികജാതി പട്ടിക വർഗമെന്നുള്ള ആ സംഭവത്തിൽ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് വളരെ ശരിയായ കാര്യമല്ലെന്ന് പല മത ശ്രേഷ്ഠന്മാരും ചൂണ്ടിക്കാട്ടി. ഫോറിൻ കറൻസിയുടെ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വിദേശീയ സംഭാവനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക നിയമമാണല്ലോ FCRA. ഈ നിയമം പരിഷ്കരിക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ് ഒരുങ്ങുന്നതായി വാർത്തകൾ വരുന്നു. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളെയും സഭകളെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഏജൻസിയുടെ കീഴിലാക്കുന്ന, നിരീക്ഷിക്കുന്ന ഒരു പ്രത്യേക ഭേദഗതിയാണ് ഇന്ത്യ ഗവൺമെൻറ് ഈ അടുത്ത സമയത്ത് വരുത്തുവാനായിട്ട് പോകുന്നത്. അതനുസരിച്ച് FCR മൂലം പണിതിരിക്കുന്ന പള്ളികൾ അല്ലെങ്കിൽ അതുപോലുള്ള മത സ്ഥാപനങ്ങളൊക്കെ ആ സ്ഥാപനങ്ങൾക്ക് FCR നഷ്ടപ്പെടുകയാണെങ്കിൽ ആ സ്ഥാപനങ്ങളിന്മേലുള്ള അധികാരവും കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന ഏജൻസിക്കായിരിക്കുമെന്നാണ് ഭേദഗതി നിർദ്ദേശിക്കുന്നത്. വളരെ ആശങ്ക ഉണർത്തുന്ന ഒരു ഭേദഗതിയിലേക്കാണ് FCRA നിയമം കടന്നു പോകുന്നത്. ഇത് മുഴുവനായിട്ട് പാസ്സാക്കിയിട്ടില്ലെങ്കിലും ഭേദഗതിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ മത ന്യൂനപക്ഷങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് ഏത് മതത്തിൽ വിശ്വസിക്കണം, എന്തെല്ലാം ചെയ്യണമെന്നൊക്കെ ചെയ്യേണ്ട അവരുടെ മൗലിക അവകാശങ്ങളിലുള്ള കൈകടത്തലുകളായിട്ടാണ് ഇതെല്ലാം വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഷിക്കാഗോയിൽ വെച്ച് ഈ വർഷം ജൂലൈ മാസം നടക്കുന്ന 40ാമത് PCNA കോൺഫറൻസിൻ്റെ പ്രീ കോൺഫറൻസ് കഴിഞ്ഞ ആഴ്ചയിൽ ഫിലദൽഫിയയിലും ന്യൂയോർക്കിലും വെച്ച് നടന്നു. നാളെ ശനിയാഴ്ച വൈകിട്ട് 5:30 മണിക്ക് കണക്റ്റിക്കട്ടിലുള്ള ഡാൻബറിയിലുള്ള സയോൺ ചർച്ചിൽ വെച്ച് പ്രത്യേക മീറ്റിംഗ് നടക്കുന്നതാണ്.
PCNAC-ൻ്റെ നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ, സെക്രട്ടറി സാം മാത്യു, ട്രഷറർ പ്രസാദ് ജോർജ് ഉൾപ്പെടെ നിരവധി നാഷണൽ ഭാരവാഹികൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കും. ആദ്യമായിട്ടാണ് കണക്റ്റിക്കറ്റിൽ ഇതുപോലെയുള്ള ഒരു പ്രൊമോഷണൽ മീറ്റിംഗ്, പ്രീ കോൺഫറൻസ് നടക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ പ്രവർത്തകരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ജോസ് മേമന അതുപോലെ തന്നെ പ്രധാന പ്രസംഗം നൽകി കൊടുക്കുന്നതാണ്. ഈ സമ്മേളനത്തിൽ നാഷണൽ ഭാരവാഹികളും പങ്കെടുക്കും. കണക്റ്റിക്കറ്റ് ഭാഗത്തുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കളെയും ഭാരവാഹികൾ ആ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രശസ്ത സുവിശേഷകനും യേശു വിളിക്കുന്നു ജീസസ് കോൾസിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റുമായ ഡോക്ടർ പോൾ ദിനകരനെതിരെ മുംബൈ പോലീസ് ബ്ലാക്ക് മാജിക് ആക്ട് അനുസരിച്ച് കേസെടുത്തു. മുംബൈയിൽ നടന്ന രോഗശാന്തി ശുശ്രൂഷ നടത്തിയതിനും അവിടെ കടന്നു വന്നവരുടെ തലയിൽ കൈവച്ച് എതിരായിട്ടാണ് മഹാരാഷ്ട്രയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുവാനുള്ള കേസ് എടുത്തിരിക്കുന്നത്. ആയിരങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പലരും രോഗസൗഖ്യത്തിന് വേണ്ടി മുന്നിലേക്ക് കടന്നു വന്നു. അവരുടെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചത് ബ്ലാക്ക് മാജിക് ആക്ടിൻ്റെ പരിധിയിൽ പെടുമെന്നുള്ള വിശേഷണമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ പല രാജ്യങ്ങളിലും പല സംസ്ഥാനങ്ങളിലും പല സ്ഥലങ്ങളിലുമൊക്കെ നമ്മുടെ മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ പല പാസ്റ്റർമാരും അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തകരും പലരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അത് ബ്ലാക്ക് ആക്ടിൻ്റെ പരിധിയിൽപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. പോൾ ദിനകരനെതിരെ കേസെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ നമ്മുടെ ഭാരതത്തിൽ നിന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. കാൻറ്റർബറി ആർച്ച് ബിഷപ്പായിട്ട് അല്ലെങ്കിൽ കാൻറ്റർബറി ആദ്യത്തെ വനിതാ ബിഷപ്പായി സാറ മുലാലി കഴിഞ്ഞ ദിവസം സ്ഥാനമേറ്റെടുത്തു. 1400 വർഷം പഴക്കമുള്ള കാൻറ്റർബറി സഭയുടെ ആദ്യത്തെ വനിതാ ബിഷപ്പാണ് കഴിഞ്ഞ ദിവസം ബിഷപ്പായി ചാർജ് എടുത്ത സാറ മുലാലി. സഭയിലെ ആദ്യത്തെ വനിതാ ബിഷപ്പ് സാറ മുലാലി 63 വയസ്സുള്ള വ്യക്തിയാണ്. ഇതാകുന്നതിന് മുമ്പ് അവിടെ ഒരു നേഴ്സായിട്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. മാർച്ച് 25-നാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ നടന്നത്. രാജ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാൻറ്റർബറി ആംഗ്ലിക്കൻ ചർച്ച് ഏകദേശം 1400 വർഷം കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ആദ്യമായിട്ടാണ് ഒരു വനിതാ ബിഷപ്പ് അതിൻ്റെ അകത്ത് ചാർജ് എടുക്കുന്നത്. വനിതകൾക്ക് തീർച്ചയായിട്ടും സമൂഹത്തിൽ സ്ഥാനം ആവശ്യമുണ്ട്. തുല്യത ആവശ്യപ്പെടുന്ന നിരവധി പ്രസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ പല സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ട്. എന്നാൽ ഒരു മതപ്രസ്ഥാനത്തിൻ്റെ, സമുദായത്തിൻ്റെ, ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ മുകളിൽ അതിൻ്റെ ബിഷപ്പായി, അതിൻ്റെ അധ്യക്ഷയായി ആദ്യമായിട്ടാണ് ഒരു വനിത തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ 1400 വർഷം പഴക്കമുള്ള ആക്ലിങ്ങിന് സഭയിൽ ധാരാളം ദേശീയമായിരിക്കുന്ന അല്ലെങ്കിൽ ധാരാളം പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ സഭ അഭിമുഖീകരിക്കുന്നുണ്ട്. സഭയുടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കും വെല്ലുവിളികൾക്കും ഇത് ഒരു പരിഹാരമാകുമോ എന്ന് നമുക്കറിയത്തില്ല. എങ്കിലും ആംഗ്ലിക്കൻ സഭയുടെ, കാൻറ്റർബറി സഭയുടെ സമാധാനത്തിന് വേണ്ടി, ഐക്യതയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിൾ തിരുവെഴുത്ത് പറയുന്നത് പോലെ സഭയെ മുന്നോട്ട് നയിപ്പാൻ തുടർന്നുള്ള നാളുകൾ ഇടയാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. IPC കേരള സ്റ്റേറ്റ് സംഘടിപ്പിക്കുന്ന ഏകദിന ഉപവാസ പ്രാർത്ഥന മാർച്ച് മാസം 31-ാം തീയതി ചൊവ്വാഴ്ച പാലക്കാട്ട് രാവിലെ 10 മണി മുതൽ 2 മണി വരെ നടക്കും. IPC കർമ്മേൽ ഹാളിലാണ് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. പാസ്റ്റർ MV മത്തായി പ്രധാന സന്ദേശം നൽകും. IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് അധ്യക്ഷത വഹിക്കും. സെക്രട്ടറി ഡാനിയൽ കൊന്നനിധിക്കൽ അധ്യക്ഷനായിരിക്കും. പാസ്റ്റർ KC തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. FPCCയുടെ ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ മാർച്ച് മാസത്തെ മാസയോഗം കഴിഞ്ഞ ശനിയാഴ്ച 21-ാം തീയതി ഇലിയോസ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നു. ഷിക്കാഗോ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി വിശ്വാസികളും ദൈവദാസന്മാരും പങ്കെടുത്ത സമ്മേളനം വളരെ അനുഗ്രഹമായിരുന്നു. ആ സമ്മേളനത്തിൽ വെച്ച് ഷിക്കാഗോ ഗോസ്പൽ മീഡിയ അസോസിയേഷൻ പ്രഖ്യാപിച്ച ഗുഡ് സമരിറ്റൻ അവാർഡ് വിതരണം ചെയ്തു. അവാർഡിന് അർഹരായ ജോബി സ്റ്റീഫൻ, അതുപോലെ തന്നെ മാർട്ടിൻ തോമസ് എന്നിവർക്കുള്ള അവാർഡുകൾ അവിടെ വിതരണം ചെയ്തു. CGMAയുടെ രക്ഷാധികാരി KM ഈപ്പൻ, പ്രസിഡന്റ് ഡോക്ടർ അലക്സ് ടി കോശി എന്നിവരാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. മാർട്ടി തോമസിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ മാതാവ് ആലീസ് തോമസ് ആണ്
അവാർഡ് ഏറ്റുവാങ്ങിയത്. ആർവസ്റ്റ് TV പ്രവർത്തനം ആരംഭിച്ചിട്ട് 15 വർഷം തികയുന്നു. പ്രത്യേക സമ്മേളനം ഇതോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടക്കുന്നു. ഏപ്രിൽ 5-ാം തീയതി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ആണ് പ്രത്യേക സമ്മേളനം നടക്കുന്നത്. 1000-ഓളം സഭകളുടെ സഹകരണത്തോടുകൂടെ ആണ് വിശ്വാസികൾ ഒത്തുചേരുന്നത്. ഏകദേശം 120 ദൈവദാസന്മാർ വേദിയിൽ സന്നിഹിതരായിരിക്കും. വളരെ സ്തോത്ര സമ്മേളനങ്ങളും അതുപോലുള്ള വിവിധ പ്രോഗ്രാമുകളാണ് അന്നേ ദിവസം നടക്കുന്നത്. ആർവസ്റ്റ് TV CEO ബ്രദർ ബിബി ജോർജ് ചാക്കോയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിജിയും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. ആർവസ്റ്റ് TV 15 വർഷം പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങളിവിടെ നിന്ന് അറിയിക്കുന്നു. വാകത്താനം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഷാലേം ട്രാക്ക് സൊസൈറ്റിയുടെ പ്രാരംഭ പ്രവർത്തകരും കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി അതിൻ്റെ ട്രഷററുമായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ സീനിയർ വൈസ് പ്രസിഡൻ്റ് കൂടി ആയിരിക്കുന്ന ബ്രദർ MC നൈനാനെ ഷാലേം ട്രാക്ക് സൊസൈറ്റി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തി ആദരിക്കുകയുണ്ടായി. അമ്മ സോണിയാഗാന്ധിയെ പരിചരിച്ച മലയാളി നേഴ്സിൻ്റെ അർപ്പണ മനോഭാവത്തെ പ്രകീർത്തിച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് അല്പമല്ലാത്ത പ്രയാസങ്ങളെ തുടർന്ന് സോണിയാഗാന്ധിയെ ഡൽഹിയിലുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നേ ദിവസം രാഹുൽ ഗാന്ധി കോഴിക്കോട്ട് നടക്കുന്ന UDFൻ്റെ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ മാതാവ് ആശുപത്രിയിലായിരുന്നതിനാൽ അദ്ദേഹത്തിന് കോഴിക്കോട്ട് വന്നെത്തിച്ചേരുവാൻ സാധിച്ചില്ല. അദ്ദേഹം ആശുപത്രിയിൽ മാതാവിനോടൊപ്പം തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് രാത്രിയിൽ ആശുപത്രിയിൽ തന്നെ തൻ്റെ രാത്രി ചെലവഴിക്കുകയായിരുന്നു. എന്നാൽ അന്ന് രാത്രിയിൽ തൻ്റെ മാതാവിനെ പരിചരിച്ച ആ നേഴ്സ്, മലയാളി നേഴ്സ്, ഓരോ മണിക്കൂറും ഇടവിട്ട് അവിടെ വന്ന് മാതാവിനെ പരിശോധിച്ചുവെന്നും പരിചരിച്ചുവെന്നും തന്നെയും വളരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നാണ് എക്സിൽ ശ്രീ രാഹുൽ ഗാന്ധി പ്രകീർത്തിച്ചത്. അപ്പോൾ തന്നെ മധ്യസ്ഥ ചർച്ചയിൽ വിഫലമായതിനെ തുടർന്ന് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി നേഴ്സുമാർ വീണ്ടും സമരത്തിലേക്ക് കിടക്കുകയാണ്. മിനിമം $40,000 വേതനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം തുടങ്ങിയിട്ട് ചില നാളുകളായെങ്കിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റും നേഴ്സുമാരുടെ സംഘടനകളും പോയിരുന്നുവെങ്കിലും ചർച്ച വിഫലമായതിനെ തുടർന്ന് നേഴ്സുമാരുടെ സമരം വീണ്ടും ഉടനെ തന്നെ തുടങ്ങുമെന്നാണ് നേഴ്സുമാരുടെ സംഘടനാ ഭാരവാഹികൾ അറിയിക്കുന്നത്. നേഴ്സുമാർ പൊതുവെ അവരെ മാലാഖമാരെന്നും അവർ ആതുര സേവന രംഗത്തെ പ്രവർത്തകരെന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് അർഹമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ എക്സിലുള്ള പ്രതികരണം പ്രസ്താവന വളരെ ശ്ലാഘനീയമാണ്. ഒരു മലയാളി നേഴ്സ് തൻ്റെ മാതാവിനെ പരിചരിക്കുന്നതിനോടൊപ്പം തനിക്കും ധൈര്യം നൽകിക്കൊടുത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രശംസ അർഹിക്കുന്നു. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ നേഴ്സുമാർക്ക്, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരും ദൈവം പ്രത്യേകം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങളും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബാംഗ്ലൂർ SABC ബൈബിൾ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ AC ജോർജ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യാനയിൽ വെച്ച് നിത്യത്തിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷകൾ ഇന്നും നാളെയുമായി ഡാളസിൽ വെച്ച് നടക്കുന്നു. 90 വയസ്സ് പ്രായമായിരുന്നു. സംസ്കാരം ഡാളസ് സയോൺ അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കും. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ട് പാസ്റ്റർ TJ സാമുവൽ, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ജനറൽ സൂപ്രണ്ട് പാസ്റ്റർ ഏബ്രഹാം തോമസ്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മുൻ അഫ്ഗാൻ നേപ്പാൾ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ എസക്കിയൽ ജോഷുവ എന്നിവർക്ക് SABC സദേൺ ഏഷ്യ ബൈബിൾ കോളേജ് പ്രത്യേക ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. സഭയ്ക്കും സഭാ പ്രവർത്തനങ്ങൾക്കും സുശിക്ഷ പ്രവർത്തനങ്ങൾക്കും നൽകിയ സേവനങ്ങളെ മാനിച്ചാണ് പാസ്റ്റർ TJ സാമുവൽ, പാസ്റ്റർ ഏബ്രഹാം തോമസ്, പാസ്റ്റർ എസക്കിയ ജോഷുവ എന്നിവർക്ക് ഡോക്ടറേറ്റ് നൽകി ബൈബിൾ സ്കൂൾ ആദരിച്ചത്. സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കാത്തവരെ ജ്ഞാനായ സഭയിൽ നിന്ന് പുറത്താക്കാനാവില്ലെന്ന് ഹൈക്കോടതിയുടെ വിധി. മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഇപ്രകാരമുള്ള നടപടികളെന്ന് കോടതി നിരീക്ഷിച്ചു. സാധാരണ ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട അവർ വിവാഹം മറ്റ് സ്നാനായക്കാരല്ലാത്തൊരു വിവാഹം കഴിക്കുമ്പോൾ ജ്ഞാനായ സഭാംഗത്വം ഓട്ടോമാറ്റിക്കലി തന്നെ നഷ്ടപ്പെടുന്ന ഒരു വിശേഷണം ഉണ്ടായിരുന്നു. എന്നാൽ അതിന് ഹൈക്കോടതി ഇപ്പോൾ നിയമ തടസ്സം ഉന്നയിച്ചിട്ടുള്ളത് മൗലിക അവകാശങ്ങളുടെ ധ്വംസനമാണ് എന്നും
ജന്മനായാണ് ഒരാൾ ന്യായക്കാരനായിട്ട് മാറുന്നതെന്നും അത് ഒരാൾക്ക് ആ പദവി നഷ്ടപ്പെടുത്തുവാൻ സാധിക്കത്തില്ല എന്നുമാണ് ഹൈക്കോടതിയുടെ വിധിയിലൂടെ സ്പഷ്ടമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ അടൂർ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ 55ാമത് ഗ്രാജുവേഷൻ നടന്നു. അതോടൊപ്പം തന്നെ കുമ്മനാട്ടുള്ള ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ IBCയുടെ സെമിനാരിയുടെ ഗ്രാജുവേഷൻ നടന്നു. നാഗപ്പൂരിലുള്ള മിഷൻ ഇന്ത്യ ബൈബിൾ കോളേജ് ഡോക്ടർ സജി ലുക്കോസ് നേതൃത്വം നൽകുന്ന ബൈബിൾ കോളേജിൻ്റെയും ഗ്രാജുവേഷൻ നടന്നു. ഈ പ്രധാനപ്പെട്ട ബൈബിൾ സെമിനാരിയിലൂടെ 100 കണക്കിന് ചെറുപ്പക്കാരാണ് വേദ പഠനം പൂർത്തീകരിച്ച് ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. ഇവർക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ ദൈവം അവരെ സൂക്ഷിക്കട്ടെ. ഇപ്പോൾ വളരെ പ്രയാസമായ ഒരു കാലഘട്ടത്തിലാണ് സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നത്. എന്നാൽ ദൈവവചനം സ്വീകരിച്ചുകൊണ്ട് ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് ദൈവ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന മിഷൻ ഫീൽഡിലേക്ക് ഇറങ്ങുന്ന ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിഞ്ഞു. ഏപ്രിൽ 9 വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ 890 പേരാണ് സ്ഥാനാർത്ഥികളായി നോമിനേഷൻ കൊടുത്തത്. കഴിഞ്ഞ ദിവസം നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന സമയം കഴിഞ്ഞതോടുകൂടെ 890 പേര് 140 സീറ്റുകളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി പങ്കെടുക്കും. മെയ് മാസം 4-ാം തീയതി തിങ്കളാഴ്ചയാണ് വോട്ട് എണ്ണുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF, അതുപോലെ തന്നെ CPM നേതൃത്വം നൽകുന്ന LDF, BJP നേതൃത്വം നൽകുന്ന LDI 3 മുന്നണികളാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് വിവിധ സർവേകൾ രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDFിൽ ജയിച്ചതോടുകൂടെ നമുക്കറിയാം കേരളത്തിൽ തുടർച്ചയായി 2 പ്രാവശ്യം ഒരേ മുന്നണി തരുന്ന ഒരു കാര്യത്തിലേക്കാണ് വന്നത്. ഈ വർഷം ഭരണം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി UDFും ഭരണം നിലനിർത്തി 3-ാം ഊഴത്തിലേക്ക് പോകുവാൻ LDFും കഠിനമായി പരിശ്രമിക്കുമ്പോൾ ചില സീറ്റുകളെങ്കിലും നേടി തങ്ങളുടെ സാന്നിധ്യം കേരളത്തിൽ ഉറപ്പിക്കുവാൻ NDAയും BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സർവേകൾ അങ്ങനെയാണ്. വലിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് വിവിധ സർവേകൾ പറയുന്നത്. വടക്കേ കേരളത്തിലും മധ്യ കേരളത്തിലും UDFിനും തെക്ക് LDFിനും ആണ് മിക്ക സർവേകളും ലീഡ് ചെയ്യുമെന്ന് പറയുന്നത്. 2 അല്ലെങ്കിൽ 3 സീറ്റ് NDA നേടുമെന്നും ചില റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേക പ്രസ്താവന കണ്ടത് തവനൂർ നിയോജക മണ്ഡലത്തിൽ മുസ്ലിം സമുദായമാണ് ഏറ്റവും കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നത് 98% അതിൽ കൂടുതലും മുസ്ലിം സമുദായം, പിന്നെയുള്ളത് ഹൈന്ദവ സമുദായമാണ് കൂടുതലുള്ളത്. ക്രൈസ്തവർ വളരെ കുറവാണ്. എന്നാൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി VS ജോയി ഒരു ക്രൈസ്തവനാണ്, അതുപോലെ തന്നെ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയാണ്. TPM പെന്തക്കോസ്ത് മിഷനിൽപ്പെട്ട ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായിരിക്കുന്ന ക്രൈസ്തവനാണ്. തവനൂർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ആധിപത്യമുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അവിടെ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബ ഹാജി ഇങ്ങനെ പറഞ്ഞു: VS ജോയിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയെടുക്കുന്ന ബ്ലോക്കിന് അതിൻ്റെ പ്രവർത്തകർക്ക് 2 ആഴ്ചത്തേക്കിന് ദുബായിൽ സൗജന്യ യാത്രയും അവരുടെ താമസ ചെലവുകളും താൻ വഹിക്കുമെന്ന് പറയുകയുണ്ടായി. ഇതാണ് മതേതരത്വ കേരളത്തിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലത്ത് ക്രൈസ്തവനായ അല്ലെങ്കിൽ ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായ അദ്ദേഹത്തെ ജയിപ്പിക്കുവാൻ അരയും തലയും മുറുക്കി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട അനേകരെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ കേരളത്തിൻ്റെ വളരെ പോസിറ്റീവായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ വർഗീയതയ്ക്ക് സ്ഥാനമില്ല, സമുദായത്തിന് സ്ഥാനമില്ല. സാധാരണ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് സമുദായ മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ ജാതി മേലധ്യക്ഷന്മാരൊക്കെ പല അവകാശങ്ങളും പറഞ്ഞ് അവരുടെ പിന്തുണയൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ കേരളത്തിലെ പ്രബുദ്ധരായിരിക്കുന്ന ജനങ്ങൾ അവർക്കറിയാം എവിടെ വോട്ട് ചെയ്യണമെന്ന് അവർക്കറിയാം. ഇവിടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ മൊത്തം വോട്ട് ഏതെങ്കിലും ഒരു സമൂഹത്തിന് ഏതെങ്കിലും ഒരു കക്ഷിക്ക് ഒരു മുന്നണിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമാണ്. കാരണം ജനങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് അവർക്ക് ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളുടെ മുമ്പിലുള്ള ഈ വോട്ട് അവരുടെ മനസ്സാക്ഷി അനുസരിച്ച് ചെയ്യുവാൻ ഇടയാക്കട്ടെ എന്നും സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇതുമൂലം പുലരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കേരളത്തെ
കഠിനമായിരിക്കുന്ന ചൂടാണ് ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വോട്ടിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കൂടി ആകുമ്പോൾ കേരളം ഇളകി മറിയുകയാണ്. ഈ സമയത്ത് സമാധാനത്തിൻ്റെ അന്തരീക്ഷം തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച നാം വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാ പ്രേക്ഷകർക്കും ദൈവാനുഗ്രഹ സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു വീക്കെൻഡും ഞങ്ങൾ ആശംസിക്കുന്നു. അടുത്ത ആഴ്ച കഷ്ടാനുഭവ ആഴ്ചകളാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ ജനത യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് ഓർക്കുന്ന, മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് ഓർക്കുന്ന ദുഃഖവെള്ളി, പെസഹ വ്യാഴാഴ്ച, ഹോശന്ന ഞായറാഴ്ച, അങ്ങനെയുള്ള ദിവസങ്ങളിലേക്ക് അടുത്ത ആഴ്ച കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനെ ഒന്നുകൂടെ ഓർക്കുവാൻ, എന്തിനു വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കുരിശിൻ്റെ പാതയിലൂടെ നടക്കുവാൻ നമുക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.